അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ നാം ഉറച്ചു നിൽക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മനുഷ്യനെ പടച്ചത് തന്നെ പരീക്ഷണങ്ങൾ കൊണ്ടാകാം. പലവിധ പരീക്ഷണങ്ങളെ ഏറ്റുവാങ്ങി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നടന്നു കിട്ടിയാൽ വളരെയധികം സന്തോഷമാകുമെന്ന ഉറപ്പുണ്ട് എങ്കിൽ, കുടുങ്ങിപ്പോകുന്ന സമയത്ത് ഒരു എളുപ്പം കിട്ടാൻ വേണ്ടിയുമൊക്കെ മഹാന്മാർ ഒരുപാട് ദിക്റുകളും ദുആകളും അവരുടെ കിതാബുകളിൽ നിന്ന് ഉദ്ധരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാം പ്രാവർത്തികമാക്കുന്നവരുമാണ്. അങ്ങനെ പ്രയാസ പ്രതിസന്ധികളിലൊക്കെ നാം കുടുങ്ങിപ്പോകുന്ന സമയത്ത് വലിയ വിപത്തുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കൊണ്ട് വലിയ വിഷമം വരാതെ ഇരിക്കാൻ, കുടുങ്ങിപ്പോകുന്ന സമയത്ത് നമുക്കൊരു എളുപ്പം കിട്ടാൻ, മനസ്സമാധാനം ഉണ്ടാകാൻ, കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റാഹത്തായി നടന്നു കിട്ടാൻ വേണ്ടി മഹാന്മാർ ഉണർത്തിയ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ആ ദിക്റിനെ ഒരാൾ ദിവസവും 100 പ്രാവശ്യം ആത്മാർത്ഥതയോടുകൂടെ, എൻ്റെ കാര്യങ്ങളിലൊന്നും ഒരു മുടക്കം വരരുത്, എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി നടക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, മനസ്സംതൃപ്തിയോടുകൂടെ ഒരാൾ ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ഒരു കാര്യത്തിലും കൊടുക്കുകയില്ല, ഒരു കാര്യത്തിലും പ്രയാസപ്പെടുത്തുകയില്ല. നമ്മുടെ ജീവിതവും അങ്ങനെയാകാൻ വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കണം. വലിയ വിപത്തുകളൊന്നും തരാതെ, ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണെങ്കിലും നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും ശുക്രിനെ ചോദിക്കണം. ഉള്ളതിൽ നമ്മൾ ക്ഷമിച്ചും, സഹിക്കാൻ പറ്റുന്നതിൽ നമുക്ക് സഹിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ജീവിതത്തിലൊരു മാധുര്യം നമുക്ക് ലഭിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സ്വൈര്യമുള്ള, സന്തോഷമുള്ള, സമൃദ്ധിയുള്ള ജീവിതം നയിക്കാൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.